അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും കേൾക്കുന്ന വാക്കാണ് ചരിത്രത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളുക എന്നത്. പ്രത്യേകിച്ച് വിശ്വാസികൾ പ്രവാചകന്മാരുടെയും സഹാബാക്കളുടെയും പഴയകാല ചരിത്രങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളണം. ഒരു ഉദാഹരണം പറയാം. പ്രബോധനത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഉത്ബത്ത് ബിൻ അബി റബിയ വന്നു. ഒരു കോംപ്രമൈസിന് അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് വേണ്ടി വന്നു. അതായത് എന്താണ് പരമ്പരാഗതമായി നമ്മൾ വിശ്വസിച്ചു പോന്നിരുന്ന ഇതിൽ നിന്നൊക്കെ നീ ഇങ്ങനെ പുതിയൊരു ആശയമായിട്ട് വന്നത്? നിനക്ക് എന്താണ് വേണ്ടത്? നല്ല മക്കയിലെ സുന്ദരിയായ സ്ത്രീയെ വിവാഹം ചെയ്തു തരണമെങ്കിൽ അങ്ങനെയാക്കാം, അല്ലെങ്കിൽ നിന്നെ നേതാവാക്കാം, അല്ലെങ്കിൽ എനിക്ക് സമ്പത്ത് തരാം. അങ്ങനെ ഒരുപാട് ഓഫറായിട്ട് ഉത്ബത്ത് ബിൻ അബി റബിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിന്ന് സംസാരിക്കുന്ന ഒരു രംഗമുണ്ട്. ഇതിൽ നമുക്ക് കുറെ പാഠം ഉൾക്കൊള്ളാനുണ്ട്. ഉത്ബ പറയുന്നത് മുഴുവൻ ശുദ്ധ മണ്ടത്തരമാണെന്നും അബദ്ധമാണെന്നും 1% പോലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അസലായിട്ട് അറിയാം. എന്നിട്ടോ ഉത്ബ പറയുന്നത് മുഴുവൻ ശ്രദ്ധയോടെ ക്ഷമയോടെ കേട്ടിരുന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യമുണ്ട്, പറഞ്ഞു കഴിഞ്ഞോ ഉത്ബ? അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പ്രസംഗമൊന്നുമല്ല നടത്തുന്നത്. സൂറത്ത് ഫുസ്സിലത്തിന്റെ ശിക്ഷ ഇറങ്ങുന്ന ആ ഭാഗം അതിന്റെ 13-ാമത്തെ ആയത്ത് വെച്ചിട്ട് മറുപടി പറയുന്നത് അത് വേറെ വിഷയം. ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത്, നമ്മളുടെ പേഴ്സണലായിട്ടുള്ള സംസാരമായാലും നമ്മുടെ മീറ്റിങ്ങുകളിലായാലും ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കി ജീവിക്കാൻ കൽപ്പിക്കപ്പെട്ട അങ്ങനത്തെ ആളുകൾ നമ്മളിൽ ഈ സ്വഭാവമുണ്ടോ? നമ്മൾ വ്യക്തിപരമായിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ മീറ്റിങ്ങിലായിക്കോട്ടെ ആരെങ്കിലും എന്തൊക്കെ പറയുമ്പോൾ അവിടെ ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളത് പറയാനുള്ള ആ ആവേശവും ആ ഒരു ക്ഷമയില്ലായ്മയും പൊറുതികേടും നമ്മൾ കാണിക്കാറില്ലേ? ആരെയാണ് നമ്മൾ മാതൃകയാക്കുന്നത്? പ്രവാചകനെയാണോ? ഏതായാലും ഈ പ്രവാചകനെ അല്ല. ചില ആൾക്കാരുണ്ട്, ഇത് പറയുമ്പോൾ പലരുടെയും മുഖങ്ങൾ നമ്മുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്നില്ലേ? ഒരു കാര്യം പറയാൻ സമ്മതിക്കൂല. പറയുന്നത് ഒന്ന് മര്യാദയ്ക്ക് കേൾക്കുക. ഒന്ന് കേട്ട് ഒരു മിനിറ്റ് 2 മിനിറ്റ് ഒന്ന് കേട്ടിട്ട് ക്ഷമിച്ചിട്ട് പിന്നെ മറുപടി പറഞ്ഞാൽ എന്താ? അതല്ലേ നമുക്കുള്ള മാതൃക. ഇത് ചില ഖുർആൻ ക്ലാസ് എടുക്കുന്നവരുണ്ട്, ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരുണ്ട്, പ്രബോധന പ്രവർത്തനത്തിന്റെ നേതാക്കന്മാരുണ്ട്. ചില ആൾക്കാർ പറയുന്നത് ഉൾക്കൊള്ളാനാവാതെ ക്ഷമയില്ലാതെ ഇറങ്ങിപ്പോകുന്ന ആളുകളുണ്ട്. മീറ്റിംഗിൽ നിന്ന് ഓരോ ഇറങ്ങിപ്പോവും. ഓരോ അങ്ങനത്തെ ആളുകളാണ്. ഓല് ഇതിനൊന്നും കിട്ടൂല. ഓർക്ക് ക്ഷമയൊന്നുമില്ല. ഓല് പഠിച്ച വലിയ നേതാക്കന്മാരാണ്, പണ്ഡിതന്മാരുമാണ്, വലിയ ആളുകളാണ്. ആരെയാണ് ഇവരൊക്കെ മാതൃകയാക്കുന്നത്? പ്രിയപ്പെട്ടവരെ, പ്രതിപക്ഷ ബഹുമാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരവും സംസ്കാരവും മാതൃകയും മര്യാദയും ജീവിതത്തിൽ പുലർത്താതെ ഒരു പ്രവർത്തനം നടത്തിയിട്ട് ഒരു കാര്യമില്ല. കൂടുതൽ പറയണ്ടല്ലോ. തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വിഷയവുമായി പിന്നൊരിക്കൽ. ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.